നോമ്പുകാല രാത്രികളുടെ പരിശുദ്ധിയിൽ പള്ളുരുത്തി സെന്റ് ലോറൻസ് ചർച്ച് സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേവാസ്തവിളി ആരംഭിച്ചു. നോമ്പിന്റെ ആദ്യ ദിനം മുതൽ ഈസ്റ്റർ വരെ നീളുന്ന പൗരാണിക ക്രൈസ്തവ ആചാരമായി കൊച്ചിയിലെ തീരപ്രദേശങ്ങളിൽ ദേവാസ്തവിളി ഇന്നും അനുഷ്ഠിച്ചു വരുന്നു. ദേവാസ്തവിളിയുടെ നിറവിൽ വലിയ നോമ്പുകാല രാത്രികളുടെ നിശബ്ദതയിലൂടെ ഗീതങ്ങൾ നാടു മുഴുവനും മുഴങ്ങിക്കേൾക്കുന്നു. പള്ളുരുത്തി സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ദേവാസ്തവിളി സെന്റ് ലോറൻസ് പള്ളുരുത്തി കോൺഫറൻസ് അംഗങ്ങൾ ആരംഭിച്ചു. കന്യാമറിയത്തിൻ്റെ ദിവ്യമായ ജനനത്തിന് സ്തുതിയും വാഴും പുകഴുമാകട്ടെ. 16-ാം നൂറ്റാണ്ടു മുതൽ കേരളത്തിന്റെ തീരദേശങ്ങളിൽ സജീവമായി നിലനിന്നിരുന്നതും പിന്നീട് ശോഷിച്ചതും ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലുള്ളതുമായ അനുഷ്ഠാന കർമ്മങ്ങളിലൊന്ന് നോമ്പിന്റെ ആദ്യ ദിനം മുതൽ ഈസ്റ്റർ വരെ നീളുന്ന പൗരാണിക ക്രൈസ്തവ ആചാരം. കൊച്ചിയിലെ തീരപ്രദേശങ്ങളിൽ ഇന്നും ദേവാസ്തവിളി അനുഷ്ഠിച്ചു വരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നാടെങ്ങും ചുറ്റിനടന്ന ദേവാസ്ത സംഘം വിളിച്ചുപാടുന്നത് മനുഷ്യന്റെ മരണത്തെയും അന്ത്യവിധിയെയും ശിക്ഷകളെയും തീനരകത്തെയും കുറിച്ചാണ്. ഇവരുടെ ലക്ഷ്യമാകട്ടെ അനുതാപത്തിലേക്കും അതുവഴി ജീവിത നവീകരണത്തിലേക്കുമുള്ള ക്ഷണം നൽകുകയും. ഈശോ സഭാംഗമായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും ദേവാസ്തവിളിയുടെ പ്രചാരകർ എന്നതാണ് ചരിത്രവും. പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ചടങ്ങാണല്ലോ. അതെ. എന്താണ് ഈ ചടങ്ങിന്റെ പൊതുവായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച്? ഇത് പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, അന്നുള്ള പ്രായം ചെന്ന കാരണന്മാരൊക്കെ വന്ന് വീടുകളിൽ വന്ന് ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അവർ ചെയ്തിരുന്നത് എത്രമാത്രം ഉറക്കെ ചൊല്ലാനായിട്ട് സാധിക്കുമോ അത്രമാത്രം അവർ ഉറക്കെയാണ് ചൊല്ലിയിരുന്നത്. അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, ഈ ശബ്ദം എവിടം വരെ എത്തുന്നുവോ ആ എത്തുന്നിടത്ത് വരെയുള്ള ദുഷ്ടാത്മാക്കളൊക്കെ അവിടുന്ന് പോകും. പിന്നെ അടുത്തത് അവർ പാടുന്നത് ആ ശബ്ദം എവിടം വരെ എത്തിയോ അതിന് അപ്പുറത്ത് പോയി നിന്നിട്ടായിരിക്കും അവരടുത്ത് പാടുന്നതെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ ആരംഭം എന്നാണ് ഇതിനെക്കുറിച്ച് ഒരു ചരിത്രം പറയുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാണ് ഇതിൻ്റെ തുടക്കക്കാരെന്ന് ഒരു 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 പറയുന്നുണ്ട്. അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ ക്ഷണികമാണെന്നും മറ്റു ലോകത്തിലേക്കുള്ള ഒരു പോക്ക്, ഒരു ഇടത്താവളം മാത്രമാണ് ഭൂമിയിൽ ജീവിതമെന്നും മരണം അനിവാര്യമാണെന്നുള്ളൊരു ബോധ്യപ്പെടുത്തലാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഏറ്റവും ഉറക്കെ ഇത് ചൊല്ലി മുൻകാലങ്ങളിൽ ഇത് പറഞ്ഞു കേട്ടിരിക്കുന്നത്, എവിടെയെല്ലാം ഇത് ചൊല്ലുന്നുണ്ടോ ആ കേൾക്കുന്ന സ്ഥലങ്ങളിൽ ഉടനെ ആളുകൾ മുട്ടുകുത്തി ഈ സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ആ ഭവനങ്ങളിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നെന്നാ പറഞ്ഞ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,